തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന് പെരുമ്പുഴപ്പാടത്ത് 9 വർഷം മുമ്പ് തുടങ്ങിവെച്ച കുടിവെള്ള പദ്ധതി എങ്ങുമെത്തിയില്ലെന്ന് പരാതി. LDF ഭരണസമിതി ഇടപെട്ട് പദ്ധതി മറ്റൊരിടത്തേക്ക് അട്ടിമറിച്ചതായാണ് പ്രതിപക്ഷ ആരോപണം. വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും സംസ്ഥാന പാതയോട് ചേർന്നുള്ള ജലസംഭരണിക്ക് സംരക്ഷണ ഭിത്തി പോലും നിർമ്മിച്ചിട്ടില്ല. ഭയപ്പാടോടെയാണ് ഇതുവഴി യാത്രക്കാർ സഞ്ചരിക്കുന്നത്. 2014 അന്നത്തെ കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കമിട്ടത്. ഈ പദ്ധതി നിലവിൽ വന്നാൽ അരിമ്പൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നതായിരുന്നു പ്രഖ്യാപനം. 2,38,00,000 രൂപ ചെലവിൽ കുളം സംരക്ഷണവും 2 കിണറും ഫിൽറ്ററിംഗ് പ്ലാന്റും സ്ഥാപിച്ച ശുദ്ധജല വിതരണവുമായിരുന്നു ലക്ഷ്യം. ഇതിന് മുന്നോടിയായി നിലവിൽ പാടശേഖരത്തിലുണ്ടായിരുന്ന കുളം വൃത്തിയാക്കി 20 ലക്ഷം രൂപ ചിലവഴിച്ച ചുറ്റും ഭിത്തി കെട്ടി ബലപ്പെടുത്തി. പദ്ധതിക്കായി 61 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് ഡെപ്പോസിറ്റ് നൽകി. മൊത്തം 81 ലക്ഷം രൂപ ഇവിടെ ചിലവഴിച്ചു. തുടർന്ന് അരിമ്പൂർ പഞ്ചായത്തിൽ LDF ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പ്രദേശത്ത് ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ വിഷാംശമുണ്ടെന്ന് പറഞ്ഞ് പദ്ധതി അട്ടിമറിച്ച് എറവ് കപ്പൽ പള്ളിക്ക് മുന്നിലെ ചാലുകുളത്തിലേക്ക് വകമാറ്റി ചെലവഴിച്ചതെന്നാണ് ആരോപണം. നമുക്ക് PCയിൽ നിന്ന് വരുന്ന വെള്ളം ഏകദേശം 3 ലക്ഷം ലിറ്റർ കിട്ടുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമഗ്ര കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്യുകയും ഇവിടുത്തെ നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ പരിശോധിച്ചപ്പോൾ ഏകദേശം 20 ലക്ഷം ലിറ്റർ വെള്ളം ഇവിടുന്ന് ലഭിക്കുമെന്നതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചത്. ദൗർഭാഗ്യവശാൽ 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് അധികാരം നഷ്ടപ്പെടുകയും ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരികയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ലൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വികസനം അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം മാത്രം മുൻനിർത്തിക്കൊണ്ട് തുടങ്ങി വെച്ച പരിപാടി രാഷ്ട്രീയ പ്രേരിതമായി ഇത് വിവിധ കാരണങ്ങളാൽ പറയുന്നത് ഇതിലത്തെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല, വിഷാംശമുണ്ട്, അതുപോലെ തന്നെ റോഡ് വികസനത്തിന് തടസ്സമായി എന്നുള്ളതൊക്കെയാണ്. റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം വിട്ടുകൊണ്ടാണ് നമ്മൾ കുളം നവീകരിക്കുകയും അതുപോലെ തന്നെ ഫിൽറ്റർ പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശുദ്ധമായ വെള്ളം തന്നെ കൊടുക്കാനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ കോൾ മേഖലയോട് ചേർന്ന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുകയാണ്. അവരെല്ലാവരും ഈ കിണറുകളിൽ നിന്ന് തന്നെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ആരും ഫിൽറ്റർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടൊന്നല്ല. എന്നിരുന്നാലും നമ്മളത് ആധുനിക രീതിയിൽ ഫിൽറ്റർ പ്ലാന്റ് ഉപയോഗിച്ചുള്ള 1ാം ഘട്ടം ആരംഭിച്ച സമയത്താണ് ഭരണമാറ്റം ഉണ്ടായത്. തുടർന്ന് രാഷ്ട്രീയ പ്രേരിതമായി മാത്രം എന്നെ എടുത്തു പറയുകയാണ്. അല്ലാണ്ട് ഇതിൻ്റെ നുണപ്രചാരങ്ങൾ വെള്ളത്തിൻ്റെ വിഷാംശമുണ്ട് അല്ലെങ്കിൽ റോഡ് വികസനം തടസ്സമാകുന്നതൊക്കെ വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇതോടുകൂടി മാറ്റി ഇതിൽ നിന്ന് വകയിരുത്തിയിരുന്ന 50 ലക്ഷം രൂപ മാറ്റി അറവ് കപ്പൽപ്പടിന് മുന്നിലുള്ള ചാലുകുളം നവീകരിക്കുകയും സംരക്ഷണ ഭിത്തി കെട്ടുകയും മാത്രമാണ് ചെയ്തത്. തുടർന്ന് ഇത്രയും വർഷമായിട്ട് 8-9 വർഷമായിട്ടും ഈ ഭരണസമിതി കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആ ചാലുകുളം പദ്ധതിക്ക് അറവ് കപ്പൽപ്പടിന് മുന്നിലുള്ള ചാലുകുളം പദ്ധതിക്ക് 1 രൂപ പോലും മാറ്റിവെക്കാതെ മറ്റു വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കുളം കെട്ടി സംരക്ഷിക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 70 സെന്റ് സ്ഥലത്താണ് കപ്പൽ പള്ളിക്ക് മുൻവശത്ത് പള്ളിക്കുളം എന്നറിയപ്പെടുന്ന ചാലുകുളം സ്ഥിതി ചെയ്യുന്നത്. എറവ് കൈപ്പള്ളി അകമ്പാടത്തു നിന്നുമുള്ള ഓവുചാലുകളിലൂടെയാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത്. കാലങ്ങളായി പായലും കുളവാടിയും നിറഞ്ഞ വൃത്തിഹീനമായി കിടന്നിരുന്ന ചാലുകുളം ആഴം കൂട്ടി നവീകരിച്ച സമീപ പ്രദേശത്ത് ജലലഭ്യത കൂട്ടുക മാത്രമാണ് ചെയ്തതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ പറഞ്ഞു. പള്ളിക്കുളം എന്നറിയപ്പെടുന്ന ചാലുകുളം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് MLA ഫണ്ട് മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് ഈ ചാലുകുളം കുള നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇപ്പോൾ അതിൻ്റെ 4 സൈഡ് പ്രൊട്ടക്ഷൻ വാൾ കെട്ടിക്കൊണ്ട് അതിന് ശേഷം വരുന്ന ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് 15 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ സായാഹ്ന സമയത്ത് ബെഞ്ചുകൾ ഇട്ടുകൊണ്ട് ഇരിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു നടപ്പാത ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പണി ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ചാലുകുളം പ്രവൃത്തി ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള 100 കണക്കിന് വീടുകൾക്ക് ഇത് കുടിവെള്ളം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നല്ല സ്രോതസ്സായി മാറുകയാണ്. ഇതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മറ്റു വാർഡുകളിലും കുളങ്ങളും അതുപോലെ തന്നെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഫിൽറ്ററിംഗ് പ്ലാന്റ് മാറ്റി സ്ഥാപിച്ചിട്ടില്ലെന്നും വെള്ളത്തിൽ വിഷാംശമുള്ളതിനാലും സംസ്ഥാന പാതയ്ക്ക് കുളം മൂലം ബലക്ഷയം സംഭവിക്കാൻ ഇടയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിക്കപ്പെട്ടതെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. കുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ
2010, 2015 കാലഘട്ടത്തിൽ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും നടത്തിയ പെരുമ്പുഴ കുളം എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ജില്ലാ പഞ്ചായത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം അതിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ജലത്തിന് പാടത്തായ കാരണം ജലം കുടിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശം വന്നതിന്റെ ഭാഗമായിട്ട് ആ പദ്ധതി ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആ പദ്ധതിക്ക് ഉപയോഗിച്ചിരുന്ന 60 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷവും അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷവും വാട്ടർ അതോറിറ്റി നിക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത്. ആ തുക അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ കുളമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിനോ മറ്റുള്ള പ്രവൃത്തികൾക്കോ ഒന്നും എടുക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ല. ചാലുകുളം 4 വർഷം മുൻപ് 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആഴം കൂട്ടി നവീകരിച്ചത്. ചുറ്റുപാടുമുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും കുളവാഴ നിറഞ്ഞത് നീക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത്. ഇതിപ്പോൾ ഒരു 4 വർഷമായിട്ട് നല്ല രീതിയിൽ സംരക്ഷണ ഭിത്തിക്ക് കെട്ടി സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇതിൽ വെള്ളം മാസത്തിലൊരിക്കൊക്കെ ചാലു മുഖേന ഇതിൽ എത്തിപ്പെടാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരുപാട് വീട്ടുകാർക്ക് വെള്ളത്തിനൊരു ക്ഷാമമില്ല. അപ്പം അതുകൊണ്ട് ഇത് കുളം ഇത്തിരി ഇപ്പം ചണ്ടിയൊക്കെ വന്ന് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വൃത്തിയാക്കി അതിൽ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാനോ പല കാര്യങ്ങൾക്കും ഈ കുളം ഉപയോഗിക്കാം. നമുക്ക് ഈ കുളം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് 4-5 കൊല്ലമായിട്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചാലിലേക്ക് എല്ലാ വർഷം വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് വരെ കാരണമാണ് ആ ടൈറ്റ് ഇല്ലാത്തതിന്റെ കാരണം. ഞങ്ങൾക്ക് ഇതുവരെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് ചെയ്ത് വളരെ നന്നായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ചുറ്റുപാടും ടൈൽ വിരിച്ച മിനി പാർക്കും ഇവിടെ ഒരുക്കാൻ ശ്രമിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ജലസംഭരണിയോടൊപ്പം കുട്ടികൾക്കായി നീന്തൽ പരിശീലനത്തിന് വേണ്ടിയും പ്രത്യേക പദ്ധതി തയ്യാറാക്കാനാണ് പഞ്ചായത്തിന്റെ ആലോചന. വികസനങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും റോഡരികിലെ അപകടക്കെണിയൊരുക്കുന്ന കുളം ഇപ്പോഴും അധികാരികളുടെ കണ്ണിൽ തെളിയുന്നില്ല. 9 വർഷമായിട്ട് ഒരു വലിയൊരു പൊക്കറിഞ്ഞ് പോലെ കുഴി കുത്തിയിട്ട് ഇവിടെ നോക്കും. ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നോക്കും, മെയിൻ റോഡും ഈ ഭിത്തിയും തമ്മിൽ ആകെ വളരെ നിസ്സാര അകലം മാത്രമല്ല. ഒരു ചെറുതായിട്ട് വണ്ടി ഒന്ന് പാളി പോയി അതിലേക്ക് പോകും. അത്രയും കുഴിയുള്ള സ്ഥലത്തേക്ക് വണ്ടി ഒരെണ്ണം പോയി കഴിഞ്ഞാൽ കിട്ടൂല. അത് തന്നെയല്ല ഞങ്ങൾക്ക് വണ്ടിക്കാർക്ക് ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു സംരക്ഷണ ഭിത്തിയെങ്കിലും കെട്ടി അതൊരു എന്തെങ്കിലും ഒരു നടക്കണമെന്നാണ് ഞങ്ങൾ പറയണത്. കുടിവെള്ള പദ്ധതി നടപ്പായില്ലെങ്കിലും ജലസംഭരണിക്ക് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം.